ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരാഴ്ച പിന്നിട്ട് കേട്ടോ. ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിരുന്നു ഇന്ന് ശനിയാഴ്ച. നമ്മുടെ രേണു സുധീനെ ചെറുതായിട്ട് വലിച്ചു കീറി ഒട്ടിച്ചോ എന്നൊരു സംശയമില്ലായകയില്ല. എന്താണ് കാര്യമെന്നല്ലേ, നമ്മളെല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ രേണു സുധി ഔട്ടായി, അല്ലെങ്കിൽ രേണു സുധിക്ക് വോട്ട് വേണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് രേണു സുധിയുടെ ഒരു വീഡിയോ വന്നത്. അതിൽ പ്രകാരം ഇന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പുറത്തുനിന്ന് ബിഗ് ബോസിൻ്റെ ഒരു ടീം വന്നിട്ട് രേണു സുധിയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാലേട്ടൻ ഇങ്ങനെയാണ് അവതരിപ്പിച്ചത്. ബിഗ് ബോസ് ടീമിന് ആരോ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതിൽ ഇത് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും പുറത്തു നിന്ന് ഒരാൾ എങ്ങനെ അറിഞ്ഞു, അങ്ങനെയാണ് ഈ വീഡിയോ ലീക്കായത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ആ ഒരു ലെറ്റർ വന്നിട്ടുള്ളത്. അതിൽ പ്രകാരമാണ് ബിഗ് ബോസ് ടീം ഇന്ന് ബിഗ് ബോസ് വീട് മൊത്തം ഒരു സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ രേണു സുധി തന്നെയാണ് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വന്നേക്കാളും മുന്നേ രേണു സുധിക്ക് ഉറപ്പായിരുന്നു എന്തായാലും എലിമിനേഷൻ ലിസ്റ്റിൽ വരുമെന്നുള്ളത്. അതുകൊണ്ട് ആൾ തന്നെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് സ്വന്തം ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ. എന്തായാലും വൻ കോമഡി ആയിരുന്നു. പ്രേക്ഷകരെല്ലാവരും പൊട്ടന്മാരായെന്ന് വേണം പറയാനായിട്ട് ആ വീഡിയോ കണ്ട്. രേണുവിനും അതേപോലെ തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കും നല്ലൊരു ഉപദേശം തന്നെയാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ കൊടുത്തേട്ടോ. ഇതൊരു മൈൻഡ് ഗെയിമാണ്. അത് നമ്മൾ എത്രത്തോളം പ്രവചിച്ചാലും അത് ആ വഴിക്കേ പോവുള്ളൂ. മൈൻഡ് ഗെയിം ആയിട്ട് തന്നെ എടുക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ പുറത്തേക്ക് പോകാനും നിങ്ങൾ വിചാരിക്കുമ്പോൾ അകത്തേക്കൊന്നും വരാൻ ബിഗ് ബോസ് വീട്ടിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. രേണു സുധീനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയതാണ് കേട്ടോ. എന്തായാലും ഈ കാണിച്ചത് കുറച്ച് ചീപ്പായി പോയില്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രേണു സുധി ചമ്മി നാണം കിട്ടുപോയി. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഇനി ഇതൊക്കെ തന്നെയായിരിക്കും ചർച്ച നാളേക്ക്.